ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അഡാറ് ആർമി ത്രില്ലർ മൂവിയാണ്. അമേരിക്കയിലെ സീക്രട്ട് മിഷൻ ടീമായ സാറ്റ് ഒരു ഡ്രഗ് ഡീലറെ പിടിക്കാനായി പോവുകയാണ്. അങ്ങനെ ആ ഡ്രഗ് ഡീലറെ അറസ്റ്റ് ചെയ്ത് അവർ ഓഫീസിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഒരു കൂട്ടം കൊള്ളക്കാർ അവരുടെ ഓഫീസ് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോയാലോ. ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ ട്രാവിസ്. ട്രാവിസ് അമേരിക്കയിലെ സാറ്റ് റാപ്പിഡ് ഓപ്പറേഷൻ ടീമിലെ സർജൻ്റാണ്. ഹോളിഡേയിലായിരുന്ന ട്രാവിസിനെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും, ഒരു അർജൻറ്റ് മിഷനുണ്ട്, നിങ്ങൾ ഉടനെ തന്നെ ഓഫീസിൽ ഹാജരാകണമെന്ന്. ഹോളിഡേ സ്പോയിലായതിന് അവൻ വൈഫിനോട് സോറി പറഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ്. തിരികെ ഓഫീസിലേക്ക് വരുന്ന അവനോട് ഗാർഡ് ചോദിക്കും, എന്താ സർജൻറ്റ്, ഒരു ഹോളിഡേ കൂടി നിങ്ങളെ ആഘോഷിക്കാൻ ഇവർ സമ്മതിക്കില്ല അല്ലേ? എന്ത് ചെയ്യാനാ ഡയാന, ജോലി ഇതായിപ്പോയില്ലേ എന്ന് പറഞ്ഞ് അവൻ ഓഫീസിനുള്ളിലേക്ക് ചെല്ലും. അപ്പോഴേക്കും അവരുടെ ടീമിൻ്റെ ചീഫായ ലേഡി കാതറിൻ അങ്ങോട്ടേക്ക് വന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഹോളിഡേ ആണെന്ന് അറിയാം, പക്ഷേ എന്നോട് ക്ഷമിക്കണം, ഒരു അത്യാവശ്യമായ ഒരു മിഷനുണ്ട്. നമ്മുടെ പോർട്ടിലേക്ക് ഒരു കപ്പൽ നിറയെ ഡ്രഗ്സ് വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കേട്ടു, നിങ്ങൾ അത് പോയി ക്ലിയർ ചെയ്യണമെന്ന് പറയും. സർജൻ്റ് എല്ലാവരോടും റെഡി ആവാൻ പറയും. അങ്ങനെ അവരെല്ലാവരും മിഷന് പോകാനായി തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ലേഡി ചീഫ് അങ്ങോട്ടേക്ക് വന്ന് സർജൻറ്റിനോട് മാത്രമായി പറയും, എന്താ സർജൻറ്റ്, നിങ്ങളുടെ ഹോളിഡേ ഞാൻ സ്പോയിൽ ചെയ്തതിൽ വിഷമമുണ്ടോ എന്ന് പറഞ്ഞ് ഒന്ന് ചിരിക്കും. എന്നിട്ട് അവർ വെപ്പൺസും എടുത്ത് പോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് അവർ വണ്ടിയിലിരുന്ന് തന്നെ പ്ലാൻ ചെയ്യും. പോർട്ടിനുള്ളിലെ ഒരു ബിൽഡിങ്ങിലാണ് ആ ഡ്രഗ് ഡീലേഴ്സ് ഉള്ളതെന്ന് അറിഞ്ഞ് അവർ ആ ബിൽഡിംഗ് വളയും. വളരെയധികം ഡേഞ്ചറസ് ആയ സ്ഥലമാണ് അതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ ഓപ്പറേഷൻ വളരെ സാവധാനത്തിലായിരുന്നു. അവസാനം മെയിൻ ഡീലറുള്ള സ്ഥലത്തേക്ക് അവർ എത്തി അതിലൊരുത്തനെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ അവനെയും കൊണ്ട് ആ കണ്ടെയ്നറിൽ കൊണ്ടുവന്നിട്ടുള്ള ഡ്രഗ്സ് ഉള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ അവർ ആ ഡ്രഗ്സ് സൂക്ഷിച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് എത്തും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീലേഴ്സിനെയും പിടിച്ചു എന്ന് കരുതി അവർ തെളിവ് ശേഖരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറേ പേർ ഗണ്ണുമായി അങ്ങോട്ടേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ റാപ്പിഡ് ടീം ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ തിരിച്ചും വെടിവെക്കും. അതിനിടയിൽ അവരുടെ ഒരു ടീം അംഗത്തിനും ഇഞ്ചുറി ആവും. എന്നാൽ അവർ ആദ്യം പിടിച്ചു എന്ന് കരുതിയവനായിരുന്നില്ല യഥാർത്ഥ തലവൻ. റാപ്പിഡ് ടീം മറ്റവരെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹീറോ ആകട്ടെ യഥാർത്ഥ ഡീലറായ സൈമനെ കൈയോടെ തന്നെ പിടിക്കും. അങ്ങനെ അറസ്റ്റ് ചെയ്ത് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ മരിച്ചു എന്ന് അവർക്ക് മനസ്സിലാകുന്നത്. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ സർജന്റിനും ടീമിനും വലിയ വിഷമമാകും. എന്നാൽ അപ്പോഴാണ് ദൂരെ നിന്ന് ഒരുത്തൻ അവർക്ക് നേരെ വീണ്ടും മിസൈൽ ഇടുന്നത്. തലനാരിഴയ്ക്കാണ് സർജന്റും കൂട്ടുകാരനും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. സർജന്റ് ഉടനെ തന്നെ തൻ്റെ ഗണ്ണെടുത്ത് അവനെ വെടിവെച്ചിടും. അങ്ങനെ എല്ലാവരെയും കൊന്ന ശേഷം ആ മയക്കുമരുന്നിരിക്കുന്ന കണ്ടെയ്നർ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ മയക്കുമരുന്നായിരുന്നില്ല, ഒരു ഭീമാകാരനായ മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ആ കണ്ടെയ്നറിനുള്ളിൽ വെച്ച് തന്നെ അവനെ അവർ ഒരുപാടധികം ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന് സർജന്റിന് മനസ്സിലാകും. എന്നാൽ ഇത്രയും ടോർച്ചർ ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെയാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും അവർ അറസ്റ്റ് ചെയ്യും. അതിനുശേഷം സർജന്റ് അവരോട് പറയും, ഇവനെ ഇത്രയും സെക്യൂരിറ്റിയിൽ അവർ ഈ കണ്ടെയ്നറിനുള്ളിൽ വെക്കണമെങ്കിൽ ഇവൻ എല്ലാവരെക്കാളും മോസ്റ്റ് നൊട്ടോറിയസ് ക്രിമിനൽ ആകാനാണ് സാധ്യത. എന്നാൽ ഇതേ സമയം ബ്ലാക്ക് CIA നടത്തുന്ന മാഫിയ നേതാവ് ജാക്ക് തൻ്റെ വൈഫിനോട് സ്കോർപിയോ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കണം, അവനെ നമുക്ക് ജീവനോടെ തന്നെ വേണമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും അവനൊരു കോൾ വരും. എന്നാൽ ആ കോൾ വിളിച്ചവൻ ജാക്കിനോട് പറയും, $50 മില്യൺ തരികയാണെങ്കിൽ നീ അന്വേഷിച്ച് നടക്കുന്ന സ്കോർപിയോൺ എവിടെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അവൻ അപ്പോൾ തന്നെ ആ ഡീലിന് ഓക്കെ പറയും. കാരണം അവൻ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സ്കോർപിയോ. എന്നാൽ ഇതേ സമയം തൻ്റെ ടീമിലുള്ള 2 പേർ മരിച്ചു എന്നറിഞ്ഞ് ലേഡി ചീഫ് വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് സർജൻറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. വിലപ്പെട്ട 2 ജീവനുകളാണ് സർജൻറ്റ് നഷ്ടപ്പെട്ടു പോയത്. നിങ്ങളുള്ളപ്പോൾ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ചീഫ് പറയും. എന്നിട്ട് അവർ പറയും, നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന 2 ക്രിമിനൽസിനെയും CIAക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന്. എന്നാൽ ഇതേ സമയം ജാക്കിൻ്റെ സീക്രട്ട് ഹാക്കർ CIAയുടെ പേജ് ഹാക്ക് ചെയ്യും. എന്നിട്ട് അവൻ പറയും, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സ്കോർപിയോൺ ഇപ്പോൾ CIAയുടെ കയ്യിലാണ് ഉള്ളതെന്ന്. എന്നാൽ ഇതേ സമയം പാവൻ ലേഡി ചീഫ് അറ്റാക്കിൽ കൊല്ലപ്പെട്ട തൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ വീട്ടിൽ വിളിച്ച് അവർ കൊല്ലപ്പെട്ട വിവരം പറയും. അവരുടെ ബ്ലഡിന് പകരമായി എന്തായാലും പ്രതികാരം വീട്ടുമെന്നും പറയും. എന്നാൽ അന്ന് വൈകിട്ട് ഈ അറ്റാക്കിൻ്റെ വിവരം TVയിലൂടെ അറിഞ്ഞ സർജൻറ്റിൻ്റെ വൈഫ് സർജൻറ്റിനെ വിളിച്ച് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അതെ, ഞാൻ ഓക്കെ ആണ്, കുറച്ച് ദിവസം കൂടി മിഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന അവൻ്റെ ടീമിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി പറയും, നിൻ്റെ വൈഫ് ഒരു പാവമാണ്, അവൾ ഈ വാർത്ത കേട്ടപ്പോൾ പേടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് സർജൻറ്റും അവൾ നേരെ വരുന്നത് അവരുടെ ഹാക്കറിൻ്റെ അടുത്തേക്കാണ്. അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സൈമൻ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. എന്നാൽ കൂടെയുള്ളവൻ്റെ പേര് സ്കോർപിയോൺ എന്നാണ്. പക്ഷേ അവനെപ്പറ്റി ഇതുവരെ ഒരു രേഖകളും ഇല്ല എന്ന് സർജൻറ്റിനോട് സിസ്റ്റം ഓപ്പറേറ്റർ പറയും. എന്നാൽ ഇതേ സമയം ആ ലേഡി ഓഫീസർ സൈമൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ആ സ്കോർപിയോനെ കെട്ടിയിട്ടത്? അയാൾ യഥാർത്ഥത്തിൽ ആരാണ്? എന്നാൽ സൈമൻ പറയും, നിങ്ങളെല്ലാവരും മരണം കൊണ്ടാണ് കളിക്കുന്നത്, അവൻ വളരെ ഡേഞ്ചറസ് ആയ ഒരാളാണ്. സർജൻറ്റ് അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് വന്ന്, നിൻ്റെ പേര് സ്കോർപിയോൺ എന്നാണെന്ന് ഞാൻ അറിഞ്ഞു, നിന്നെ എന്തിനാണ് അവർ കെട്ടിയിട്ടതെന്ന് ചോദിക്കും. എന്നാൽ സ്കോർപിയോൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിലും ഭേദം
ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണെന്നും പറഞ്ഞ് തൻ്റെ തല അവിടെയുള്ള കമ്പിയിൽ കുത്തി സൈമൺ മരിക്കും. ശബ്ദം കേട്ട് സർജൻറ്റ് അങ്ങോട്ടേക്ക് ഓടിയെത്തുമെങ്കിലും അവൻ അപ്പോഴേക്കും ആത്മഹത്യ ചെയ്തിരുന്നു. സർജൻറ്റ് സ്കോർപ്പിയോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, എന്താ അവൻ ആത്മഹത്യ ചെയ്തോ എന്ന്. എന്നിട്ട് സ്കോർപ്പിയോ സർജൻറ്റിനോട് പറയും, കുറച്ച് കഴിയുമ്പോൾ CIA ഏജൻ്റാണെന്നും പറഞ്ഞ് 2 പേർ എന്നെ കൊണ്ടുപോകാൻ വരും. അവർ ആക്ച്വൽ CIA ഏജൻ്റ് അല്ല. നീ അവരോടൊപ്പം എന്നെ വിടാതിരുന്നാൽ നിന്റെ കഴിവ് എനിക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഞാൻ നിന്നോട് എല്ലാം പറയാമെന്ന് പറയും. അപ്പോഴേക്കും ലേഡി ചീഫ് സർജൻറ്റിനോട് വന്ന് പറയും, സ്കോർപ്പിയോനെ കൊണ്ടുപോകാൻ 2 CIA ഏജൻറ്റ് വന്നിട്ടുണ്ട് എന്ന്. സർജൻറ്റ് അങ്ങനെ ആ CIA ഓഫീസേഴ്സിനെ പോയി കാണും. എന്നാൽ കാണുമ്പോൾ തന്നെ സർജൻറ്റിന് മനസ്സിലാകും സ്കോർപ്പിയോ പറഞ്ഞതുപോലെ ഇവന്മാർ യഥാർത്ഥ CIA ഏജൻ്റ് അല്ല എന്ന്. സർജൻറ്റ് ആ 2 മല്ലന്മാരെയും അടിച്ചു വീഴ്ത്തും. അപ്പോഴേക്കും ബാക്കി ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് വന്ന് അതിലൊരുത്തനെ വെടിവെച്ച് കൊല്ലും. മറ്റവനെ അവർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും. ഉടനെ തന്നെ സ്കോർപ്പിയോൻ്റെ സെല്ലിലേക്ക് വരുന്ന സർജൻറ്റ് സ്കോർപ്പിയോ അവിടെ കാണില്ല. സ്കോർപ്പിയോ സർജൻറ്റിനെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് സർജൻറ്റിൻ്റെ ഗണ്ണെടുത്ത് സർജൻറ്റിനെ സ്കോർപ്പിയോ വെടിവെക്കാൻ ഒരുങ്ങും. എന്നിട്ട് ആ ഗണ്ണ് തിരികെ കൊടുത്തിട്ട് സർജൻറ്റിനോട് തന്നെ പറയും, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ഞാൻ തരാം, നിനക്കെന്നെ പൂർണ്ണമായി വിശ്വസിക്കാമെന്ന്. സർജൻറ്റ് നേരെ ലേഡി ചീഫിൻ്റെ അടുത്ത് വന്ന് പറയും, സ്കോർപ്പിയോനെ തൽക്കാലം നമുക്ക് ഹോൾഡ് ചെയ്യാം, CIAക്ക് ഇവനെ കൊടുക്കണ്ട, ഇവൻ എന്തൊക്കെയോ ഇൻ്റർനാഷണൽ ബന്ധമുണ്ടെന്ന് പറയും. സ്കോർപ്പിയോനെ അങ്ങനെ അവർ ഹൈ സെക്യൂരിറ്റി റൂമിലേക്ക് മാറ്റുമ്പോൾ സ്കോർപ്പിയോൻ പറയും, നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന എല്ലാം അവർ കാണുന്നുണ്ട്, അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല, അതുകൊണ്ട് ഇവിടെയും ഞാൻ സേഫല്ല, അവർ ഇങ്ങോട്ടേക്ക് വരും, നിങ്ങളുടെ കൂടെയുള്ള കുറേ ആളുകൾ മരണപ്പെടുമെന്ന് പറയും. എന്നിട്ട് അവൻ പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ ഒറ്റക്കാരനാണ് എന്ന്. എന്നാൽ ഇതേ സമയം ജാക്കിൻ്റെ കൂടെയുള്ളവൻ റാപ്പിഡ് ടീമിൻ്റെ സ്കോർപ്പിയോൺ ഇപ്പോൾ അവരുടെ ഓഫീസിലാണ് ഉള്ളതെന്നും പറഞ്ഞ് ആ ഓഫീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അവിടുത്തെ CC ക്യാമറയും എല്ലാം അവർ ഹാക്ക് ചെയ്തെടുക്കും. ഇതേ സമയം സർജൻറ്റ് തൻ്റെ കൂട്ടുകാരിയോട് പറയും, സ്കോർപ്പിയോനെ ഇവിടെ നിന്ന് മാറ്റണം, അവർ ഇനിയും ഇങ്ങോട്ടേക്ക് വരും, എനിക്ക് ഇനിയും കൂടി നമ്മുടെ ടീമിൽ നിന്ന് ഒരാളുടെ ജീവൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്കോർപ്പിയോനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകും. എന്നാൽ ഇതേ സമയം ജാക്കിൻ്റെ ഫോണിലേക്ക് വീണ്ടും അനോണിമസായി ഒരാൾ വിളിച്ച് പറയും, സ്കോർപ്പിയോൻ എവിടെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. എന്നാൽ ആ ഹാക്കർ ആ ഫോൺ ട്രാക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ ഉള്ളത് റാപ്പിഡ് ഓഫീസിലുള്ള ആരുടെ കയ്യിലാണ്. അവിടെയുള്ള ഏതോ ഒരു ഓഫീസറാണ് നമുക്ക് ഈ വിവരം ചോർത്തി തരുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. എന്നാൽ റാപ്പിഡ് ഓഫീസിലുള്ള ഓഫീസർക്ക് മനസ്സിലാക്കും തങ്ങളുടെ CCTVയും ബിൽഡിംഗ് കൺട്രോളും എല്ലാം അവർ ഹാക്ക് ചെയ്തെടുത്തുനിന്ന്. സർജൻറ്റ് അങ്ങനെ സ്കോർപ്പിയോനെ ഹൈ സെക്യൂരിറ്റി വാനിൽ കയറ്റി തൻ്റെ ഒരു സീക്രട്ട് പ്ലേസിലേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങുകയാണ്. ഇതെല്ലാം തന്നെ CCTV ഹാക്ക് ചെയ്ത് ജാക്ക് കാണുന്നുണ്ടായിരുന്നു. ജാക്ക് അവരെ അറ്റാക്ക് ചെയ്യാനായി ഒരു സ്നൈപ്പറെ നേരത്തെ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. സർജൻറ്റ് സ്കോർപ്പിയോനുമായി വണ്ടി അവിടെ നിന്ന് മൂവ് ആക്കുമ്പോൾ തന്നെ ആ സ്നൈപ്പർ അവരുടെ വണ്ടി അറ്റാക്ക് ചെയ്യും. വണ്ടിയുടെ കൺട്രോൾ പോയി വണ്ടി തല കുത്തനാൻ മറിയും. ഇതെല്ലാം തന്നെ ഓഫീസിലിരുന്ന് സർജൻറ്റിൻ്റെ ടീമും കാണുന്നുണ്ടായിരുന്നു. അവരുടനെ തന്നെ അലർട്ടായി ആയുധങ്ങളും എടുത്ത് പുറത്തേക്ക് വരുമ്പോഴേക്കും ജാക്കിൻ്റെ ബ്ലാക്ക് CIA ഏജൻറ്റ് അവരുടെ വണ്ടി വളഞ്ഞിരുന്നു. അവരാ വണ്ടി കട്ട് ചെയ്ത് സ്കോർപ്പിയോനെ പുറത്തെടുക്കാനായി നോക്കുകയാണ്. ബ്ലാക്ക് CIA ഏജൻസ് അങ്ങനെ ആ വണ്ടിയുടെ ഡോർ തുറക്കുമ്പോഴേക്കും അകത്ത് കയറിയ എല്ലാവരെയും സ്കോർപ്പിയോ ഇടിച്ച് പഞ്ചറാക്കും. ആക്സിഡൻറ്റിൽ ബോധം പോയ സർജൻറ്റ് അപ്പോഴേക്കും കോൺഷ്യസ് ആകും. സ്കോർപ്പിയോ അവിടെയുള്ള എല്ലാവരെയും പിടിച്ചിടിക്കുന്നത് ജാക്ക് CCTV ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു. ജാക്ക് ഉടനെ തന്നെ കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും. സർജൻറ്റ് ഉടനെ തന്നെ സ്കോർപ്പിയോനെയും കൊണ്ട് ഓഫീസിനുള്ളിലേക്ക് കയറാൻ വരുമ്പോഴേക്കും അവർ വെടിവെപ്പ് തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും റാപ്പിഡ് ടീം അങ്ങോട്ടേക്ക് വന്ന് സർജൻറ്റിനും സ്കോർപ്പിയോയ്ക്കും ബാക്കപ്പ് കൊടുക്കും. എന്നാൽ ആ ഗുണ്ടകളുടെ കയ്യിൽ വലിയ വെപ്പൺസ് ഉണ്ടായിരുന്നു. അതിനു മുന്നിൽ റാപ്പിഡ് ടീമിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബാക്കപ്പിന് വേണ്ടി ലേഡി ചീഫ് ഫോൺ കണക്ട് ചെയ്യുമെങ്കിലും എല്ലാം തന്നെ ഹാക്കായതുകൊണ്ട് തന്നെ അവർക്ക് കണക്ട് ചെയ്യാനും കഴിയില്ല. സർജൻറ്റ് അപ്പോഴേക്കും സ്കോർപ്പിയോനെയും കൊണ്ട് അവരുടെ ഓഫീസിനുള്ളിൽ കയറുമ്പോൾ തന്നെ എല്ലാ ഡോറും അവർ ക്ലോസ് ചെയ്യും. പിന്നെ ആ ഗുണ്ടകൾക്ക് അതിനകത്ത് കയറാൻ വേറൊരു വഴിയും തന്നെ ഉണ്ടായിരുന്നില്ല. ജാക്ക് തൻ്റെ ഹാക്കറിനോട് നീ ആ ഡോർ ഹാക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കാൻ പറയുമ്പോൾ അതിൻ്റെ സിസ്റ്റം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയും. അങ്ങനെ ഓഫീസിനുള്ളിൽ കയറി അവർ സേഫായിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റിയും സിസ്റ്റവും എല്ലാം തന്നെ ജാക്കിൻ്റെ ആളുകൾ ഹാക്ക് ചെയ്തെടുക്കും. അപ്പോഴേക്കും ജാക്ക് ഓഫീസിനുള്ളിലേക്ക് കോൾ വിളിക്കും. സർജൻറ്റ് ആ കോൾ അറ്റൻഡ് ചെയ്യും. സർജൻറ്റിനോട് ജാക്ക് പറയും, മര്യാദയ്ക്ക് സ്കോർപ്പിയോനെ എൻ്റെ കയ്യിൽ തന്നാൽ നിന്നെ എല്ലാത്തിനെയും ഞാൻ വിടാം, അല്ലാതെ ഒരെണ്ണത്തിനെയും പുറത്തേക്ക് വിടില്ല എന്ന് പറയും. സർജൻറ്റ് അപ്പോൾ അവരോട് പറയും, നമുക്ക് തോക്കാൻ കഴിയില്ല, നമ്മുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് അവരെ നമുക്ക് ട്രാപ്പ് ചെയ്യണമെന്ന് പറയും. സ്കോർപ്പിയോ അപ്പോൾ അവിടെയുള്ളൊരു വയർലെസ് സെറ്റ് എടുത്ത് എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് റേഡിയോ വേവ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹാക്ക് ചെയ്യില്ല, നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയും. സർജൻറ്റ് എന്നിട്ട് സ്കോർപ്പിയോട് പറയും, CIA ഏജൻ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നവനെ നിന്നെപ്പോലെ ഡ്രസ്സ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം, അപ്പോഴേക്കും ആ വില്ലന്മാർ അകത്ത് കയറുമ്പോഴേക്കും നമുക്ക് അവരെ വെടിവെച്ച് കൊല്ലാമെന്ന് പറയും. അങ്ങനെ അവർ ആ ഡെഡ് ബോഡിക്ക് സ്കോർപ്പിയോൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊടുക്കും. എന്നാൽ അപ്പോഴേക്കും കുറേ അധികം ബ്ലാക്ക് CIAമാർ പുറത്ത് വന്നിരുന്നു. എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ജാക്കും ഭാര്യയും ആ കാറിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ അനുസരിച്ച് അവരെ ട്രാപ്പ് ചെയ്യാനായി സർജൻറ്റും സ്കോർപ്പിയോയും റെഡിയായി നിൽക്കുകയാണ്.
അവർ ആ ബോഡിയും എടുത്തുകൊണ്ട് വന്ന് ബാക്ക് ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ബ്ലാക്ക് CIമാർ സ്കോർപിയോൺ ആണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലും. എന്നാൽ ഇതേ സമയം റാപ്പിഡ് ടീമിലുള്ള ആരോ ഒരാൾ തന്നെ ആ ബിൽഡിങ്ങിൽ നിന്നും ഇതൊരു ട്രാപ്പാണെന്നുള്ള വാർണിംഗ് ലൈറ്റ് പുറത്തു കൊടുക്കും. എന്നാൽ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയ ജാക്ക് ഉടനെ തന്നെ തൻ്റെ ആളുകളെയെല്ലാം അവിടെ നിന്ന് തിരികെ വിളിക്കും. എന്നാൽ കൂടെ നിന്ന് ചതിച്ചവനെ കണ്ടെത്തിയ ലേഡി ചീഫ് സ്പോട്ടിൽ തന്നെ തൻ്റെ ഗണ്ണെടുത്ത് അവനെ വെടിവെച്ച് കൊല്ലും. അപ്പോഴേക്കും അവരുടെ കമ്പ്യൂട്ടർ അനലിസ്റ്റ് പറയും, നമ്മളുടെ സിസ്റ്റം അവർ ഹാക്ക് ചെയ്തു, ഫ്രണ്ട് ഡോർ അവർ ഓപ്പൺ ആക്കിയെന്ന്. അപ്പോഴേക്കും എല്ലാ ബ്ലാക്ക് CIമാരും അവരെ അറ്റാക്ക് ചെയ്യാനായി ഓഫീസിനുള്ളിലേക്ക് കയറി വരും. എന്നാൽ അകത്തേക്ക് വരുന്ന ഗുണ്ടകളുടെ കണ്ണിൽ പെടാതെ ജസ്റ്റ് മിസ്സിനെ ലേഡി ചീഫ് രക്ഷപ്പെടും. എന്നാൽ അകത്തേക്ക് വന്ന 100 കണക്കിന് ഗുണ്ടകളെ നേരിടാൻ ആകെ 6 റാപ്പിഡ് ഓഫീസേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ 2 പേരെയും ആ ഗുണ്ടകൾ വെടിവെച്ച് കൊല്ലും. അപ്പോഴേക്കും ഓഫീസിനുള്ളിലേക്ക് കയറി വന്ന ജാക്കിൻ്റെ വൈഫിനെ ലേഡി ചീഫിൻ്റെ കയ്യിൽ കിട്ടും. അങ്ങനെ അവർ 2 പേരും നല്ല അടിയാകും. അങ്ങനെ ഒടുവിൽ ഇതേ സമയം അകത്തേക്ക് വന്ന ജാക്ക് ലേഡി ചീഫിനെ പിറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തും. അവർ ബോധം കെട്ട് തറയിലേക്ക് വീഴും. ഇതേ സമയം സ്കോർപിയോനെയും ഓഫീസേഴ്സിനെയും കൊല്ലാനായി ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറിയ ഗുണ്ടകളെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണെടുത്ത് സ്കോർപിയോ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും. സർജന്റ് അപ്പോൾ അവരോട് പറയും, നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞ് അവരെ എല്ലാവരെയും അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ബാക്കിയുള്ളവരെയെല്ലാം അണ്ടർഗ്രൗണ്ടിലാക്കിയ ശേഷം സ്കോർപിയോയും സർജന്റും പുറത്തേക്ക് വരും. അങ്ങനെ അവർ ജാക്കിനെ തേടി 2 സെക്ഷനായിട്ടാണ് പോകുന്നത്. എന്നാൽ സർജന്റിന്റെ കയ്യിൽ കിട്ടുന്നത് ജാക്കിന്റെ വൈഫിനെ ആയിരുന്നു. സ്കോർപിയോയുടെ മുന്നിൽ ജാക്കും വരും. എന്നാൽ ജാക്ക് പറയും, നിനക്ക് പേടിയായിട്ടാണോ ആ ഗണ്ണെടുത്ത് വെച്ചിരിക്കുന്നത് ബിഗ് ബോയ്, വാ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് പറയും. എന്നാൽ പെണ്ണായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന സർജന്റിനെ ജാക്കിന്റെ വൈഫ് ചവിട്ടും. ദേഷ്യം വന്ന സർജന്റ് ഒറ്റ ചവിട്ടിന് അവളെ ബിൽഡിങ്ങിന്റെ താഴേക്ക് ചവിട്ടിയിട്ട് കൊല്ലും. എന്നാൽ ഇതേ സമയം സ്കോർപിയോയുടെ ഒറ്റ ചവിട്ടിന് തന്നെ ജാക്കും പടമാകും. അപ്പോഴേക്കും അടികൊണ്ട് വീണ ലേഡി ചീഫും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അവർ എല്ലാവരെയും കൊന്നിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്കോർപിയോൻ പറയും, അവർ അന്വേഷിച്ച് വന്നത് എൻ്റെ കയ്യിലുള്ള ഈ ചിപ്പ് അന്വേഷിച്ചാണ്. ഈ ചിപ്പിനകത്ത് അവൻ്റെ എല്ലാ ഡീറ്റെയിൽസുമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് അവൻ ഇതുപോലെയുള്ള ആർമി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതുമായി ലിങ്ക് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എന്ന് പറഞ്ഞ ചിപ്പ് കൊടുക്കുമ്പോഴേക്കും ലേഡി ചീഫ് സ്കോർപിയോനെ വെടിവെച്ചിടും. ഇത്രയും കാലം ഓഫീസിനുള്ളിൽ അവരെ ചതിച്ചുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ ലേഡി ചീഫും ഉണ്ടായിരുന്നു. എന്നാൽ ലേഡി ചീഫിന് സർജന്റിൻ്റെ കയ്യിൽ നിന്ന് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല. അവസാനം അവർ സർജന്റിനെ അറസ്റ്റ് ചെയ്ത് CIക്ക് കൊടുക്കും. ബാക്കിയുള്ള ഏജൻറ്റ്സ് എല്ലാവരും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അവരുടെ മിഷൻ കഴിഞ്ഞ് അവൻ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തുമ്പോൾ സർജന്റിനോട് വൈഫ് പറയും, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന്. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്തയോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം.